ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ട് കിഡിലും ടയോട്ട ഇന്നോളാണ് 2014 മോഡലും 13 മോഡലും. ഈ വാഹനം നമ്പറാക്കാൻ കൊടുത്തിട്ടുണ്ട്, ഒരു വാഹനം നമ്പർ ആയിട്ടുണ്ട്. 2014 മോഡൽ 1,35,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. അത് ഏറ്റവും സെറ്റ് ഫുള്ള് കമ്പനി സർവീസ്. മറ്റേത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രണ്ട് വാഹനങ്ങൾ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് വണ്ടിന്റെ ഡീറ്റെയിൽസ് ഇട്ട് കടന്നാലോ. ഫസ്റ്റ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള വാഹനം 2014 മോഡൽ ഇന്നോവയാണ്. അത് ഓൾ ഒറിജിനൽ ആണ്, ഓൾ ഒറിജിനൽ പെയിന്റ്. ഒരു ഈ 95% കമ്പനി പെയിന്റ് വരുന്ന വാഹനമാണത്. 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഫുള്ള് കമ്പനി സർവീസ്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിനില്ല. ഈ വാഹനത്തിന്റെ ബോഡി കാണുമ്പോൾ തന്നെ കണ്ടില്ല, നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള ഒരു വാഹനത്തിനാണ്. മേജറായിട്ട് സ്ക്രാച്ച് ഓടന്റെ കാര്യങ്ങളോ ഒന്നും ഈ ബോഡി സൈഡ് വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റിയിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു വാഹനമാണ്. ടോപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ല, നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ടോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഡാഷും കാര്യങ്ങളൊക്കെ നോക്കി എന്താ നല്ലൊരു ഒരു വേറെ സ്ക്രാച്ചും കൂടി ഇതൊന്നും കാണാനില്ല അല്ലേ. ബാക്ക് വശത്തോട്ട് വരുമ്പോൾ തന്നെ വണ്ടി വരുന്നത് 7 സീറ്റ് ആട്ടോ. ഓക്കെ, ഇനി വണ്ടിൻ്റെ ബോഡി സൈഡോട്ട് വരുമ്പോൾ തന്നെ നോക്കിക്കണ്ടില്ല, നല്ലൊരു ഫിനിഷിങ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഈ വണ്ടി നമ്മൾ സ്ട്രൈറ്റ് ഇത് നമ്മൾ ചെയ്തതാണ്. ഇത് പിന്നെ ഈ മീശ നമ്മൾ ചെയ്തതാണ്. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, നല്ലൊരു ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ, അതേമാതിരി നല്ല ഫിനിഷിലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ ടയർ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾക്ക്, ഈ ടയറൊക്കെ ഒരു 85% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ലൈനൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ അല്ല, നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. ഈ ടയർ ഒരു 70-75% ടയറുണ്ട്. നമുക്ക് ഇതിന്റെ എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയല്ലോ. ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ ഉണ്ടല്ലേ, പേസ്റ്റും കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. എൻജിൻ സൈഡോട്ടോ വരുമ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വണ്ടി ഉണ്ടല്ലോ, ടയോട്ടൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളും, എഞ്ചിനിലെ പഞ്ചിങ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. നല്ലൊരു വണ്ടിയാണ്. കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം വന്നിട്ട് 2013 വാഹനമാണ്. 2,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇട്ട് കടന്നല്ലോ. ഈ വാഹനം 2013 വാഹനമാണ്. വണ്ടിന്റെ ബോഡി നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റിയിലെ വാഹനം തന്നെയാണ്. മേജറായിട്ട് സ്ക്രാച്ച് ഓടൻ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. ഈ വാഹനത്തിന്റെ ടയറൊക്കെ നോക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ടയർ ഒരു 75% കാര്യങ്ങളുണ്ട്. ബാക്ക് ടയർ അതേമാതിരി തന്നെ ഒരു 70% ടയർ ബാക്ക് ടയർ ഉണ്ട്. ഇനി വാഹനത്തിന് നമുക്ക് ഇന്ത്യൻ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയല്ലോ. ഇന്ത്യൻ സൈഡ് കണ്ടില്ല, നല്ലൊരു ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. 8 സീറ്റ് കേട്ടോ വാഹനം വരുന്നത്. ഓക്കെ, ഈ വശത്തോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ എസ്ട്രൈറ്റ് ഈ വാഹനത്തിന് ഈ സ്കാറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇന്നോവ നിലയൊരു ക്രോം നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഈ വാഹനം തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റിയിലൊരു അതേ ബോഡിയിലും നല്ല വൃത്തിയിലൊരു വാഹനം തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ ഈ ടയർ നോക്കുമ്പോൾ തന്നെ ഒരു 75% ഈ ടയറും കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെയാണ് ഈ വാഹനം. ബോഡി നോക്കുമ്പോൾ മേജറായിട്ട് സ്ക്രാച്ച് ഓടൻ്റോ കാര്യങ്ങളൊന്നും ബോഡി ഭാഗത്ത് നിങ്ങൾക്ക് കാണൂല. ഈ വാഹനത്തിന് വേണ്ടല്ലേ ഇനിയിപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 8 സീറ്റ് സീറ്റാണ്. പുതിയ സീറ്റ് അവർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമൊക്കെ ഒന്ന് കണ്ടാലോ. ഈ എഞ്ചിൻ്റെ സൈഡോട്ട് വരുമ്പോഴല്ലോ വണ്ടിന് ചെറു തട്ടോ കാര്യങ്ങളോ എഞ്ചിൻ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഈ രണ്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 2014 മോഡൽ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. നമ്പർ ആക്കിയ വാഹനമാണ്. ഈ വാഹനത്തിന് വില കൂടുതലാണ്. നല്ല വില കൂടുതലാണ് അറിയാം. പക്ഷെ നല്ലൊരു ഇന്നോവ തപ്പിയാണവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ വാഹനം. എന്താ വെച്ചാൽ മാർക്കറ്റ് വിലയിൽ ഒരു 20,000-30,000 റുപ്യ കൂടുതൽ തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല വിലക്കെടുത്ത വാഹനം തന്നെയാണ്. ഇതേ റേറ്റ് തന്നെ 2014 വണ്ടി ഇതിലേറെ വില കുറവ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ ഈ വാഹനം നല്ല വിലക്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ വില ചോദിക്കാൻ കാരണം. 2013 വാഹനത്തിന് നമ്മൾ ആസ്കിങ് റേറ്റ് 7 ലക്ഷം രൂപയാണ്. ഈ നമ്പർ ആക്കിയിട്ട് റേറ്റ് ആണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നോവകളെ നമ്മുടെ കയ്യിൽ ഒരു 10-15 വാഹനം ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 2016 വരെയുള്ള എല്ലാ വാഹനവും നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ വാഹനത്തിനൊക്കെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ബൈ.